സാരമില്ല പാറക്കുട്ടാ, അമ്മയ്ക്ക് ഇപ്പൊ താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, വിട്ടുകളാ. അമ്മ, ഞാൻ എന്റെ എല്ലാ ഫ്രണ്ട്സിന്റെ അടുത്തും പറഞ്ഞു എന്നെ ഉടനെ TV കാണാൻ പറ്റുമെന്ന്. ഞാനും കോളേജിലെ പിള്ളേരുടെ മൊത്തം പറഞ്ഞു. അറിയാലോ കോളേജിലെ കാര്യം. ഇനി ഇതൊന്നും നടന്നില്ലെന്നും അല്ല അവന്മാർ അറിഞ്ഞ എന്നെ ട്രോളി കൊല്ലും അവന്മാര്. ഞാനാണെങ്കിൽ സൈറ്റിലെ രമേശ കണ്ടാക്കിന്റെ അടുത്തും പറഞ്ഞു, ഞാശിയുടെ അടുത്തും പറഞ്ഞു TV കാണാൻ പറ്റുമെന്ന്. ഇപ്പൊ വിളിച്ചു പറഞ്ഞു. ലച്ചുവാ? അല്ലമ്മ, ഞാൻ ആരുടെ അടുത്തും പറഞ്ഞില്ല. പക്ഷെ എന്റെ അടുത്ത് ഈ പറഞ്ഞ ഫ്രണ്ട് ഉണ്ടല്ലോ, അവളാണെങ്കിൽ എന്നെ വിളിച്ചോണ്ടേ ഇരിക്കുവാണ്. ഇത് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കുക, അവർക്ക് നിങ്ങളെ തന്നെ വേണമെന്ന് പറഞ്ഞോണ്ട്. ആണോ? നിങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ വിളിച്ചു പറയുമ്പോ ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ, അവൾക്ക് കൂടെ താല്പര്യം ഉണ്ടെന്ന് അന്വേഷിക്കണ്ടായിരുന്നോ? അമ്മയായിപ്പോയില്ല. എന്തായാലും എനിക്ക് കൂടെ താല്പര്യം ഉണ്ടെങ്കിലല്ലേ എനിക്ക് വരാൻ പറ്റുള്ളൂ. ഞാൻ ഇനിയിപ്പോ രായപ്പമേശ്വരത്ത് എന്തിനു പറയും? ഞാൻ ഇനി കോളേജ് എന്ത് പറയും? ഞാനിപ്പോ അവളോട് എന്താ പറയണ്ടേ? ഇപ്പൊ ഞാൻ നിങ്ങളോട് എന്താ പറയണ്ടേ? ഒന്ന് സമ്മതിക്കമ്മ. പറ്റില്ല. നീയും ഫ്രണ്ട്സിന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞാ? അല്ല, ഈ മറ്റേ ടിവിയില് റിയാലിറ്റി ഷോയ്ക്ക് പോണെന്ന് അറിഞ്ഞല്ലോ. നേരത്തെ അറിഞ്ഞല്ലേ? ചേച്ചിയോടെ പോ, ചെല്ലേ. എനിക്ക് താല്പര്യം ഇല്ലാത്ത കാര്യത്തിൽ എനിക്ക് എങ്ങനെ പോവാൻ പറ്റണം? ചെല്ലേ പോയല്ലേ. ഗൗരി പറഞ്ഞോട്ടെ എന്താണ് സംഭവം. എന്താണ് ഗൗരിക്ക് എന്താ സ്പെഷ്യൽ വല്ലതും ഉണ്ടോ പറയാൻ? ചേച്ചിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ അവസ്ഥ അറിയാമല്ലോ. എനിക്കാണെങ്കിൽ അവരെങ്ങനെയെങ്കിലും ഒരുമിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ കുറേ സംസാരിച്ചു നോക്കി, പക്ഷെ അവരൊന്നും കേൾക്കണില്ല. അപ്പം ഈ റിയാലിറ്റി ഷോയിൽ പോവുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളതൊക്കെ അവിടെ പറയാം. അങ്ങനെയെങ്കിലും അവർ ഒരുമിക്കുകയാണെങ്കിൽ ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. ചേച്ചി നോ പറയല്ലോ പ്ലീസ്. പ്ലീസ് ചേച്ചി. ഞാൻ കാരണം ഗൗരിയുടെ അച്ഛനമ്മയും അവനെ ഒരുമിക്കുകയാണെങ്കിൽ ഒരുമിക്കട്ടെ. താങ്ക് യു. അപ്പൊ അമ്മ സമ്മതിച്ച്? താങ്ക്സ് ഒന്നും വേണ്ട. ഞാൻ കാരണം ഒരു നല്ല കാര്യം നടക്കട്ടെ അല്ലേ ശ്രീകുട്ടാ? എല്ലാരും ഹാപ്പി ആയല്ലേ? ആ, ഹാപ്പി ഹാപ്പി ഹാപ്പി. ശ്രീ വാ. അമ്മ സമ്മതിച്ചിട്ട് അച്ഛനെന്താ അച്ഛൻ സന്തോഷമില്ലാത്ത? ഇല്ലെന്നാ? ആന്താ? ദേ ചോദിച്ചു നോക്ക്. അമ്മ സമ്മതിച്ചപ്പോഴത്തേക്ക് അച്ഛൻ വരുന്നില്ലെന്ന്. അന്തേട്ടാ? നമ്മളെ വയസ്സായ കാലത്ത് TV കയറി അഭിനയിക്കാൻ വേണം, വേറെ പണിയില്ല. ചേട്ടൻ ഇങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഓ, നേരത്തെ വരാന്നൊക്കെ പറഞ്ഞു, ഇപ്പൊ പറഞ്ഞു വരണല്ലോ. എന്തളിയാ ഗൗരിയുടെ അച്ഛന്റെ അമ്മയുടെയും കാര്യമല്ലേ? പോണ ഈ വയസ്സായ കാലത്ത് റിയാലിറ്റി ഷോ, വേറെ പണിയില്ല. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ലച്ചുവേ, എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ടട്ടാ. അതിന് പോകണ്ടേനെ. എന്നെ ആര് പോകുന്നില്ലല്ലോ. പോണില്ലേ? അതെന്ത് പോവാത്ത? അമ്മയുടെ ഭർത്താവിന് വരാൻ താല്പര്യമില്ലെന്ന്. ഭർത്താവേ നേരത്തെ പറഞ്ഞത് പോവാന്ന്. നിങ്ങളെല്ലാം കൂടെ സന്തോഷമായിട്ട് പോയിട്ട് വരി, അവിടെ ഇരിക്കാം. ഇതെന്ത് പരിപാടിയാണിത്? നിങ്ങളല്ലേ എൻ്റെ അടുത്ത് വന്നിട്ട് നേരത്തെ പറഞ്ഞത്, നിർബന്ധിച്ചത് പോവാന്ന്. ഇപ്പൊ കാര്യം അറിയാം പെട്ടെന്ന്. ഇതെന്താന്ന് എനിക്ക് മനസ്സിലായി. എന്ത്? ഞാൻ പറയട്ടാ. നേരത്തെ ബാലു കുറേ നിർബന്ധിച്ച് പോണ കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരണില്ല എന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ച്. പിന്നെ അതിനുശേഷം നിങ്ങൾ രണ്ടുപേരും കൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞില്ലേ? അപ്പോൾ ഗൗരി പറഞ്ഞ ആ കാര്യം കേട്ടപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പോൾ ബാലു ഇപ്പം ചിന്തിക്കണത്, ഞാൻ പറഞ്ഞിട്ട് അവള് കേട്ടില്ല, അവളുടെ അനിയനും ഭാര്യയും പറഞ്ഞപ്പോൾ അവള് പെട്ടെന്ന് ഓക്കെ പറഞ്ഞു. ഇതല്ലേ നിങ്ങളുടെ പ്രോബ്ലം? ഇതാണോ കാര്യം? പിന്നെ അല്ലാണ്ട് അച്ഛൻ ഇത്രയും പൊസസീവ്നെസ് ഉണ്ടായിരുന്നു അച്ഛാ? പിന്നല്ലാതെ ഞാൻ അവിടെ പറയാതെ നടന്ന് പറഞ്ഞില്ലേ, അവള് മൈൻഡ് ചെയ്യില്ല. അവൾ അനിയൻ ചെന്ന് പറഞ്ഞപ്പോ പോന്നേറ്റ് ദേഷ്യം വരും. ചേട്ടാ, അച്ഛൻ്റെ അമ്മേരെയും രണ്ടും ആയിട്ട് പിരിഞ്ഞിരിക്കല്ലേ. ഇനി ഒന്നിപ്പിക്കണ്ട. അവർ കിടന്ന് അഴികൂടെ പിന്നെ കാണണം നമുക്ക്. വിളിച്ചു അച്ഛൻ വരും. ദേ ബാലു ചേട്ടാ നിങ്ങൾ പോയിട്ട് പിന്നെ കോൺക്രീറ്റ് അതിന് ഷൂട്ടിന്റെ ഡേറ്റ് പോലും ഫിക്സ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോഴേക്കും അച്ഛൻ ഉറപ്പിച്ചു ആ ഡേറ്റിലെ കോൺക്രീറ്റ് വരുന്നേന്ന്. കോൺക്രീറ്റ് കാണാം. ഇതച്ഛന്റെ സ്ഥിരം പരിപാടിയാ. ഞാൻ എത്ര വർഷം കൊണ്ട് കാണുന്നു. എത്ര വർഷം കൊണ്ട് കണ്ടു തുടങ്ങി? കൊറേ വർഷം കൊണ്ട് കാണുന്നതാ. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അച്ഛൻ അത് ഏറ്റെടുക്കത്തില്ല. ചുമ്മാ കളിക്കില്ല.
ഓ ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് പരാതിയൊന്നും വേണ്ട. ചേട്ടാ ചേട്ടാ ഈ കളിയാക്കാണ് ചേട്ടാ ചേട്ടാ വിളിച്ച്. മര്യാദക്ക് വരണമെങ്കിൽ വാവാലു. കുറെ നേരം കൊണ്ട് വിളിക്കണ്ടല്ലോ എല്ലാരും. അങ്ങനെ മര്യാദയ്ക്ക് പറ. ഓക്കെ സക്സസ്. ഡേറ്റ് എന്നാണ് എനിക്ക് ഇവിടെ നേരത്തെ ഇവിടെ പറ സൈറ്റിൽ പറയാനുള്ളത്. ഡേറ്റ് ഒക്കെ ഞാൻ ചോദിച്ചിട്ട് പറയാം. അതുപോലെ നമ്മൾ അവിടെ ചെന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവരെ വിളിച്ച് ചോദിക്കണം. ആ നമ്മളെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് ഇവിടുന്ന് പോകത്തുള്ളൂ. ഓക്കെ ഓക്കെ. ഞാൻ വരണില്ല. ചേട്ടാ ഇതെന്ത് കഷ്ടമാ. എന്തൊരു മാമാ മാമ ഈ വീട്ടിൽ നിന്ന് ഒറ്റ സ്ഥലത്തും പോകാൻ കൊള്ളൂല. നിനക്കറിയില്ല ഇതൊന്നും. ചുമ്മാ മനുഷ്യനെ സമയം കളയാനായിട്ട്. അപ്പൊ അമ്മയുടെ അച്ഛൻ്റെ കാര്യം എന്താവും? ഒരു കാര്യം ചെയ്യ്, അച്ഛൻ്റെ അടുത്ത് വേറെ കെട്ടാൻ പറ, അമ്മയുടെ അടുത്ത് വേറെ കെട്ടാൻ പറ. എന്തോ നേട്ടാ എന്തോന്ന്? അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് വേറെ കെട്ട്. നീ ചിരിക്കണം എന്തിന്? ചിരി വരൂലേ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.